പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. പത്രികയിൽ യഥാർത്ഥ വരുമാനം കാണിച്ചില്ലെന്നും വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ആരോപിച്ച് LDFും NDയും നൽകിയ പരാതികൾ വരണാധികാരി തള്ളി. കൊടുങ്ങല്ലൂരിൽ CPI നേതൃത്വത്തെ വെട്ടിലാക്കി മുൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OC രവി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. OC രവി പാർട്ടി വിട്ടത് CPI പ്രാദേശിക നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പഴയ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതായി ചാലക്കുടിയിലെ UDF നേതാക്കളുടെ പരാതി. അനാവശ്യ പ്രാദേശികവാദം ഉയർത്തുന്നുവെന്നും നേതാക്കൾ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. പത്രികയിൽ യഥാർത്ഥ വരുമാനം കാണിച്ചില്ലെന്നും വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ആരോപിച്ച് LDFും NDയും നൽകിയ പരാതികൾ വരണാധികാരി തള്ളുകയായിരുന്നു. സതീശൻ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്ന് കണ്ടാണ് പത്രിക സ്വീകരിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് തൊട്ടു മുമ്പ് LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്ററും NDA പ്രതിനിധികളുമാണ് പരാതി നൽകിയത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അഭിഭാഷകൻ എന്ന നിലയിലുള്ള വരുമാനം പത്രികയിൽ കൃത്യമായി രേഖപ്പെടുത്തിയില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന ഔദ്യോഗിക വാഹനത്തിന് മേലുള്ള ട്രാഫിക് പിഴകളുടെ വിവരങ്ങളും കുടിശ്ശികയും പത്രികയിൽ ഉൾപ്പെടുത്തിയില്ല. കൈവശമുള്ള സ്വർണത്തിന്റെ കൃത്യമായ വിപണി മൂല്യം വിശദമാക്കിയില്ല എന്നിവയായിരുന്നു ആരോപണങ്ങൾ. കൈവശമുള്ള സ്വർണത്തിന്റെ കൃത്യമായ വിപണി മൂല്യം വിശദമാക്കിയില്ല എന്നിവയായിരുന്നു അത്. ആരോപണങ്ങൾ നിസ്സാരമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു UDF ക്യാമ്പിന്റെ ആദ്യ പ്രതികരണം. വൈകിട്ട് 3 മണിയോടെ നടന്ന സൂക്ഷ്മ പരിശോധനയിൽ സതീശന്റെ അഭിഭാഷകർ കൃത്യമായ രേഖകളും വിശദീകരണവും ഹാജരാക്കി. ഇത് പരിശോധിച്ച വരണാധികാരി പരാതികളിൽ കഴമ്പില്ലെന്ന് കണ്ട് പത്രിക സാധുവാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. മീഡിയ ടൈം, പറവൂർ. കൊടുങ്ങല്ലൂരിൽ CPI നേതൃത്വത്തെ വെട്ടിലാക്കി മുൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന OC രവി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. CPI പ്രാദേശിക നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് OC രവി പാർട്ടി വിട്ടത്. കോൺഗ്രസ് തനിക്ക് അന്യമായ പാർട്ടിയല്ലെന്നും താൻ മാതൃസംഘടനയിലേക്കാണ് തിരിച്ചെത്തിയിരിക്കുന്നതെന്നും OC രവി മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ നിൽക്കുന്ന വേളയിൽ കൊടുങ്ങല്ലൂരിലെ CPI നേതൃത്വത്തിന് കനത്ത പ്രഹരം നൽകിയാണ് അന്നമനട മാമ്പ്രയിൽ നിന്നുള്ള CPI നേതാവും മുൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ OC രവിയുടെ പാർട്ടിയിൽ നിന്നുള്ള പടിയിറക്കം. CPI പ്രാദേശിക നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയാണ് OC രവി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും CPI നേതൃത്വം തന്നെ അവഗണിക്കുകയാണെന്നും OC രവി ആരോപിച്ചു. എനിക്ക് മാന്യമായിട്ടുള്ള തുടക്കത്തിൽ നല്ല രീതിയിൽ എനിക്ക് മാന്യമായിട്ടുള്ള അക്കോമഡേഷൻ പാർട്ടി തന്നു, എന്നെ മെമ്പറാക്കി. ഏറ്റവും പ്രധാനപ്പെട്ടത് 2020 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും അന്ന് അന്നോട് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം വാർഡിലേക്കും ബ്ലോക്കിലേക്കുമായിട്ട് 7 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. അതിൽ 6 ആളും തോറ്റു, ഒരാൾ മാത്രമാണ് ജയിച്ചത്. പക്ഷേ ജയിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ വളരെയധികം വിഷമിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടി. കാരണം പാർട്ടിക്ക് വേണ്ടി ഒരു ജനപ്രതിനിധിയായിട്ട് പാർട്ടി അത് ഉപയോഗിക്കില്ല. ചില പ്രാദേശിക നേതാക്കളുടെ എൻ്റെ കൂടെ മത്സരിച്ചവർ പലരും തോറ്റപ്പോൾ ഞാൻ ജയിച്ചു. പക്ഷെ ആ വിജയമാണ് എന്നെ പാർട്ടി പല സന്ദർഭങ്ങളിലും എന്നെ തഴയുകയും പാർട്ടി വേദിയിൽ നിന്നും എന്നെ മാറ്റിയെടുക്കുകയും ചെയ്തു. എന്നെ മാനസികമായിട്ട് വളരെ വിഷമിപ്പിച്ചു. ഞാൻ പാർട്ടി നേതൃത്വത്തിനോട് മണ്ഡലത്തിനോടൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ അർഹമായുള്ള പ്രായത്തിൽ എനിക്ക് തരണം. പക്ഷേ ഈ 2025 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റും മെമ്പറുമായിരുന്ന എന്നോട് ഒരു തരത്തിലുള്ള ആലോചന ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ പാർട്ടി പ്രവർത്തന മേഖലയിൽ നിന്നും എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് പാർട്ടിനെ മാറ്റി നിന്നത്. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏക CPIയുടെ ജനപ്രതി അന്നവിടെ ഞാൻ മാത്രമാണ്. തന്റെ മേൽനോട്ടത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ച ഇറിഗേഷൻ പദ്ധതി ചില പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് മുടക്കി. പാർട്ടിയുടെ പോക്ക് ശരിയായ ദിശയിലല്ലെന്നും OC രവി വിമർശിക്കുന്നു. കോൺഗ്രസ് തനിക്ക് പുതിയ സംഘടനയല്ലെന്നും പാർട്ടിയല്ലെന്നും താൻ മാതൃസംഘടനയിലേക്കാണ് തിരിച്ചെത്തിയിരിക്കുന്നതെന്നും OC രവി കൂട്ടിച്ചേർത്തു.
കോൺഗ്രസ് നേതാക്കളായ NS വിജയൻ, VA അബ്ദുൽ കരീം, KN സജീവൻ, അസീസ് എന്നിവരും OC രവിക്കൊപ്പം മാളയിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പഴയ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതായി ചാലക്കുടിയിലെ UDF നേതാക്കളുടെ പരാതി. ചിലർ അനാവശ്യ പ്രാദേശികവാദം ഉയർത്തുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. സനീഷ് കുമാർ ജോസഫിനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ചാലക്കുടിക്കാരനായ ആൾ ചാലക്കുടി മണ്ഡലത്തിലെ MLA ആകണമെന്ന് VO പൈലപ്പൻ 5 വർഷം മുമ്പ് പറഞ്ഞതാണ് ചിലർ സന്ദർഭത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ദുരുദ്ദേശത്തോടെ പ്രചരിപ്പിക്കുന്നത്. വോട്ടർമാർ ഈ വഞ്ചനയിൽ അകപ്പെടരുതെന്ന് നേതാക്കൾ പറഞ്ഞു. പറഞ്ഞതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാതെ ഒരു ഒറ്റ വാക്ക് പറഞ്ഞ് ഇങ്ങനെ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഈ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് പല ആളുകൾക്കും തെറ്റിദ്ധാരണ വന്ന് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കുകയാണ്. ആ തെറ്റിദ്ധാരണ തിരുത്താൻ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമായിട്ടാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ 5 വർഷങ്ങൾക്ക് മുൻപ് ചാലക്കുടിയിൽ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. ആ 5 കൊല്ലം മുൻപ് അത് പറഞ്ഞതിന് ശേഷം പാർട്ടി ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് 27,000 വോട്ടിന് 26,000 ചില്ലറ വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച സ്ഥലത്ത് നിന്ന് അതിനെ പുറകോട്ടടിപ്പിച്ച് 1000 ചില്ലാനം വോട്ടിന് ആ വന്ന സ്ഥാനാർത്ഥിനെ ജയിപ്പിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇവിടെയുള്ളവർ. അത് ഇവിടുത്തെ ജനങ്ങളും അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തു. പക്ഷെ പാർട്ടി എടുക്കുന്ന തീരുമാനം ശിരസ വഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യം രണ്ടാമത് ആ മാന്യത കാണിച്ചാൽ മതി, അപ്പൊ കുഴപ്പമില്ല. അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയറായി. അത് ചെയ്തില്ല. അപ്പൊ ആ തെറ്റിദ്ധാരണ തീർക്കാന്നുള്ളതാണ് ഒരു കാര്യം. UDFന്റെ എതിർ സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ വീഡിയോ തെറ്റായ രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർ എക്കാലത്തും വോട്ട് ചെയ്തു പോന്നിട്ടുള്ളത്. സനീഷ് കുമാർ ജോസഫിനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ VO പൈലപ്പൻ, എബി ജോർജ്, നഗരസഭ ചെയർപേഴ്സൺ ആലിഷ് ഷിബു, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, MD ഡേവിസ്, II അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കരാറുകാരൻ കാനനിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോയതിനാൽ ദുരിതത്തിലായ കുടുംബങ്ങൾ. അന്നമനട പഞ്ചായത്തിലെ മേലടൂർ 20-ാം വാർഡിൽ ഉൾപ്പെട്ട ഏതാനും കുടുംബങ്ങളാണ് കഷ്ടത്തിലായത്. കാനയുടെ മധ്യഭാഗത്ത് നിൽക്കുന്ന തെങ്ങിൻ ചുവട് വരെ പാതി കോൺക്രീറ്റ് ചെയ്താണ് കരാറുകാരൻ സ്ഥലം വിട്ടത്. അന്നമനട പഞ്ചായത്തിലെ മേലടൂരിലാണ് ഏതാനും കുടുംബങ്ങളെ ദുരിതത്തിലാക്കി കാന നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. റോഡിനോട് ചേർന്ന് കാന കുഴിച്ച ശേഷം അടിഭാഗം കോൺക്രീറ്റ് ചെയ്തു. വഴിയരികിലെ വീടിനോട് ചേർന്നുള്ള കിണറിന് സമീപം കാനഭാഗത്തുള്ള തെങ്ങിന്റെ അടിഭാഗം വരെയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഒഴുകി തെങ്ങിൻ തടി വരെ ഒഴുകിയെത്തി അവിടെ കെട്ടിക്കിടക്കുകയും കിണറ്റിലെ വെള്ളം ഉറവയാൽ മലിനമാക്കപ്പെട്ടിരിക്കുകയുമാണ്. ഇതോടെ ഇവരുടെ കുടിവെള്ളം മുട്ടി. പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. നമ്മുടെ പഞ്ചായത്തിലെ 20-ാം വാർഡ്, പഴയ 18-ാം വാർഡിലെ കാന നിർമ്മാണത്തിലെ ഇപ്പോഴത്തെ സ്ഥിതിയാണ് നമ്മൾ ഈ കാണുന്നത്. കാന താത്തിയിട്ട് കോൺട്രാക്ടർ വഴിക്ക് പോയി. പിന്നെ ഫോൺ വിളിച്ചെടുക്കണില്ല. ഓവർസർ വിളിച്ചാലും ഓവർസർ ഫോൺ എടുക്കില്ല. ഈ മതിലൊക്കെ വീഴാറായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടെ ഒരു തെങ്ങിൻ്റെ കുറ്റി ഉണ്ട്. അത് പറിക്കാത്ത കാരണം മോളിൽ നിന്നുള്ള വെള്ളം മുഴുവനും വന്ന് ഇവിടെ കെട്ടി നിന്ന് ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ മണ്ണ് ചുറ്റും കിടക്കുന്നുണ്ട്. അതോടൊന്നും കുഴപ്പമില്ല. ഒരു നല്ലൊരു കാന വരട്ടെ, റോഡിന് നല്ലതല്ലേ, നാട്ടുകാർക്ക് നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അവർ 10 പൈസയുടെ വില പോലും അവർ കൽപ്പിക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ 2 മഴ മണി ചെയ്ത് കഴിഞ്ഞാൽ മതിലിടിഞ്ഞു വീഴും. ആ കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റില്ല. ഞങ്ങൾ എവിടെ പോയി വെള്ളം കോരും? വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബന്ധപ്പെട്ടവരോട് പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള തനുക്കുളം വാണിയംപള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്ന പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു. രാവിലെ നടന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. നിരവധി ഭക്തർ ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കാളികളായി.
പറവൂരിൽ LDF വിജയിച്ചാൽ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി വികസനം മുരടിച്ച പറവൂരിനെ വികസനത്തിൽ ഒന്നാമതെത്തിക്കുമെന്ന് ET ടൈസൺ പറഞ്ഞു. പറവൂർ മുസ്രിസ് ഹോട്ടലിൽ നടന്ന മീറ്റ് ദി കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ET ടൈസൺ മനസ്സ് തുറന്നത്. ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് ബോധ്യം വന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഒന്ന്, 10-25 കൊല്ലക്കാലം MLA ആയിരുന്നു. 25 കൊല്ലം MLA എന്ന് പറഞ്ഞാൽ ചെറിയ സമയമല്ലല്ലോ, നല്ലൊരു സമയമുണ്ട്. ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഒരു മണ്ഡലത്തെ സംരക്ഷിക്കാൻ കഴിയാൻ ആർക്കും വേണമെങ്കിലും പറ്റുന്ന സ്ഥലമാണ്. ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം, എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. അത് നമ്മൾ എടുക്കുമ്പോൾ കാർഷിക രംഗം പ്രത്യേകമായിട്ട് എടുക്കും, വിദ്യാഭ്യാസ രംഗം പ്രത്യേകമായിട്ട് എടുക്കും, ആരോഗ്യരംഗം പ്രത്യേകമായിട്ട് എടുക്കും, ഭൗതിക സാഹചര്യങ്ങൾ, റോഡ് പാലങ്ങൾ പ്രത്യേകമായിട്ട് എടുക്കും. പിന്നെ നമ്മുടെ പൊതുവായി മണ്ഡലത്തിൽ കാണുന്ന വികസന പ്രവർത്തനങ്ങൾ നന്നായിട്ട് എടുക്കാൻ കഴിയും. പറവൂരിന്റെ വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. പുത്തൻവേലിക്കര IHRD കോളേജ് സംരക്ഷിക്കും. ITI പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരും. മെട്രോ റെയിൽ പറവൂരിലേക്ക് എത്തിക്കും. കൈത്തറിയെ സംരക്ഷിക്കും. മുടങ്ങിപ്പോയ ജലോത്സവങ്ങൾ, വടംവലി എന്നിവ പുനരുജ്ജീവിപ്പിക്കും. പറവൂർ ടൗണിന്റെ മുഖച്ഛായ മാറ്റുമെന്നും ടൈസൺ പറഞ്ഞു. LDF നേതാക്കളായ TP നിതിൻ, KM ദിനകരൻ, AM ഇസ്മയിൽ എന്നിവരും മീറ്റ് ദി പ്രസിൽ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുത്തഞ്ചിറ സൗത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CC വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഗുണഭോക്തൃ സമിതികളാണ് അത് പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ആ സങ്കല്പങ്ങളൊക്കെ മാറ്റി ആ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ അന്ന് അതിന്റെ എല്ലാ ആത്മാവും നഷ്ടപ്പെടുത്തപ്പെട്ട ഒരു കാലത്താണ്. പിന്നീട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ രേഖകൾ തന്നെയാണ് ഈ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നത്. നമുക്കറിയാം, 1987 നയനാ ഗവൺമെന്റാണ് കേരളത്തിൽ സാക്ഷരതാ പ്രസ്ഥാനം. എന്തൊരു മുന്നേറ്റമായിരുന്നു! കേരളത്തിൽ അക്ഷരം പഠിക്കാത്ത ഒരു മനുഷ്യനുണ്ടാകരുത് എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ TN വേണു അധ്യക്ഷത വഹിച്ചു. KV സുജിലാൽ, TK ഉണ്ണികൃഷ്ണൻ, VN രാജേഷ്, MM നൌഷാദ്, CN പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ സാഹിത്യ സാമൂഹ്യ രംഗങ്ങളിൽ ശ്രദ്ധേയനായ VR പത്മനാഭന്റെ ആത്മകഥയിലെ വിജയപഥത്തിലെ നാഴികക്കല്ലുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. ഗാനരചയിതാവ് വാസുദേവൻ പനമ്പിള്ളി പുസ്തക പ്രകാശനം ചെയ്തു. ആദ്യ കോപ്പി യുവകവി രാജു മേക്കാടൻ ഏറ്റുവാങ്ങി. പരിയാരം ആശ്രയഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത മജീഷ്യനായ സാമ്രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അഡ്വക്കേറ്റ് അരുൺ CB, ഡോൺ ബോസ്കോ, OS സന്തോഷ് കുമാർ, സിസ്റ്റർ ഡയാന, ബോസ് കമ്പളത്ത്, സിമി അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാറിൽ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ വൻതോതിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയിരുന്ന യുവതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തൃപ്രയാറിലെ ജിംനേഷ്യത്തിൽ ജോലി ചെയ്തു വരുന്ന പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 2 കിലോ 270 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. കൂടാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി അനധികൃതമായി സമ്പാദിച്ച 90,500 രൂപയും ഹാഷിഷ് ഓയിൽ ചില്ലറ വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന 50 ഒഴിഞ്ഞ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പിടിച്ചെടുത്തു. കരിയാമുട്ടം സൊസൈറ്റിക്ക് സമീപമുള്ള വാടക വീട്ടിൽ വെച്ചാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻഡഫ് സംഘം വലപ്പാടും പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടിയത്. സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് നടത്തുക എന്ന മുദ്രാവാക്യമുയർത്തി ശ്രീനാരായണ ദർശനവേദിയും നാരായൺസ് പഠന കേന്ദ്രവും ഗുരുമാനവീയം പരിപാടി സംഘടിപ്പിച്ചു. മതിലകം സെൻട്രലിൽ ശിവഗിരി മഠം ബ്രഹ്മചാരി സൂര്യശങ്കർ ഉദ്ഘാടനം ചെയ്തു. NB അജിതൻ അധ്യക്ഷത വഹിച്ചു. KS ഉമയറ, മണികണ്ഠൻ കാട്ടാപ്പിള്ളി, അജ്മൽ എടവിലങ്ങ്, MK ഗോപി, സുഗുണ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സവർണ സംവരണത്തിനെതിരെ ഒരു ജാതി പിള്ളോ രാഷ്ട്ര എന്ന സിനിമയുടെ സംവിധായകനും PK റോസി പുരസ്കാര ജേതാവുമായ പ്രശാന്ത് ഈഴവനെയും ചടങ്ങിൽ ആദരിച്ചു.
എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പദവി ദുരുപയോഗം ചെയ്തെന്നാരോപിച്ച് UDF പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് കുടുംബശ്രീ അംഗങ്ങളെ നിർബന്ധപൂർവ്വം പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിർദ്ദേശം നൽകിയത് ചട്ടലംഘനമാണെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി സഞ്ജയ് വയനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം MU ഉമറുൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PK ഹംസ, PS ഷാജഹാൻ, ഷാജി കണ്ണങ്കിലകത്ത്, KI മുഹമ്മദ് നബീൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ TK പ്രകാശൻ, PD സജീവ്, നേതാക്കളായ PP സലീം, TA നാസിമുദ്ദീൻ, വനിതാ ലീഗ് ജില്ലാ ട്രഷറർ സാജിദ പുതിയ വീട്ടിൽ, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി അസോസിയേഷൻ കേരള കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജൻ കോട്ടപ്പുറത്തിന്റെ 9ാമത് അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും അവാർഡ് വിതരണവും നടത്തി. ഭിന്നശേഷി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CP മത്തായി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് PM മജീദ് അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം കിഡ്സ് ഡയറക്ടർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാമരൻ, പ്രശസ്ത കഥാകൃത്തും സംവിധായകനുമായ റൈംസ് എറിയാട്, ദേശീയ അവാർഡ് നേതാവ് സീതി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കർഷക അവാർഡ് ജേതാവ് അബ്ദുൾ റഹീം, സംസ്ഥാന പ്രസിഡന്റ് ON സരസു, കൗൺസിലർമാരായ രേഖ സൽപ്രകാശ്, ഗീത റാണി, കുഞ്ഞു മുഹമ്മദ് കണ്ണാംകുളത്ത്, PK ഷമീറ, PA ജമീല, KR സോമലത, സഗീർ കുഴിക്കണ്ടത്തിൽ, ആശാ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. പത്രികയിൽ യഥാർത്ഥ വരുമാനം കാണിച്ചില്ലെന്നും വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ആരോപിച്ച് LDFും NDയും നൽകിയ പരാതികൾ വരണാധികാരി തള്ളി. കൊടുങ്ങല്ലൂരിൽ CPI നേതൃത്വത്തെ വെട്ടിലാക്കി മുൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OC രവി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. OC രവി പാർട്ടി വിട്ടത് CPI പ്രാദേശിക നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പഴയ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതായി ചാലക്കുടിയിലെ UDF നേതാക്കളുടെ പരാതി. അനാവശ്യ പ്രാദേശികവാദം ഉയർത്തുന്നുവെന്നും നേതാക്കൾ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.